ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് ഇതീറിയത്തിൻ്റെ ഒരു ടാർഗറ്റ്, അതായത് ഈ ഒരു സീസണിൽ, ഈ ഒരു ആൾട്ട് സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ബിറ്റ് കോയിൻ്റെ ബുൾ റാലിയിൽ ബിറ്റ് കോയിൻ്റെ ഒരു ടോപ്പ് പ്രൈസ് പറയുന്നത് പോലെ തന്നെ ഇതീറിയത്തിൻ്റെ ഒരു ടാർഗറ്റ് നമുക്ക് സേഫ് ആയിട്ടുള്ള, അതായത് ഓവർ ഗ്രീഡ് അല്ലാണ്ട് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റകളൊക്കെ പ്രകാരം നമ്മൾ നോക്കിയിട്ട് ഒരു ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സേഫസ്റ്റ് എക്സിറ്റ് പോയിൻ്റ് എവിടെയായിരിക്കും, നമ്മുടെ ഇതീറിയത്തിൻ്റെ ഒരു പ്രൈസ് എവിടം വരെ കയറി വരാനുള്ളൊരു സേഫ് പോയിൻ്റ് എവിടെ, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് ഏതാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഒരു പ്രൈസ് എത്രയാണ്, അതുപോലെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിന് എത്ര വരെ കൂടാം, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇതീറിയത്തിൻ്റെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബിറ്റ് കോയിൻ്റെ ചാർട്ടും ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതീറിയത്തിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈയിലോട്ട് നമ്മൾ നോക്കണം. ഇതാണ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ. അപ്പോൾ നമ്മൾ ഇവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ നമുക്ക് താഴെ തന്നെ അതിൻ്റെ ഡേറ്റും ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കേഴ്സർ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് 4800 സംതിങ് ആണ്. ഇതീറിയത്തിൻ്റെ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് 2021 ബുൾ റാലിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നവംബർ 2021 ഫസ്റ്റ് സെക്കൻഡ് വീക്കിലാണ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഉണ്ടായിരിക്കുന്നത് അല്ലേ. ഇനി ഞാൻ ബിറ്റ് കോയിൻ്റെ കേസ് പോകണം. ബിറ്റ് കോയിൻ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നവംബർ മാസം കാണാൻ പറ്റുന്നുണ്ട്. നവംബർ ഒരു 11-ാം തീയതി അതൊരു അല്ലെങ്കിൽ ഒരു 13-ാം തീയതി ആയിട്ട് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ബുൾ റാലിയിലത്തെ ടോപ്പ് ഹയസ്റ്റ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 68-69 ആ ഒരു റേഞ്ചാണ്. ഓക്കെ, ഇത് രണ്ടും സംഭവിച്ചിരിക്കുന്നത് ഏകദേശം അല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള നവംബർ സെക്കൻഡ് വീക്കിലായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ്റെ ഇതീറിയത്തിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ വെച്ച് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ബിറ്റ് കോയിൻ്റെ ഈ ഒരു ബുൾ റാലിയിൽ ഇപ്പോൾ 119 നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു ബുൾ റാലിയിൽ ആൾട്ട് സീസണിൽ അല്ലെങ്കിൽ ഫണ്ടിങ് നല്ല രീതിയിൽ ആൾട്ട് സീസണിലോട്ട് വരുമ്പോൾ, മീൻസ് ആൾട്ടിലോട്ട് വരുമ്പോൾ ഇതീറിയാണ് ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാണുന്നത്. കഴിഞ്ഞ സീസണിലും ഇതീറി നല്ല ടോപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ പോലെ തന്നെ ഈ ഒരു സീസണിലും ഇതീറിയത്തിൽ ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. മറ്റ് ആൾട്ട് കോയിനിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മുടെ ടെലിഗ്രാമിലൂടെ അപ്ഡേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതീറിയത്തിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡൊമിനൻസ് അനുസരിച്ച് കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആ ഒരു സീസണിൽ നമുക്ക് ഇതീറിയത്തിൻ്റെ ഒരു ഹയസ്റ്റ് പ്രൈസ് കിട്ടിയതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീസണിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ടോപ്പ് ഡീസൻറ്റ് പ്രൈസ് എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മൾ കുറച്ച് ഡാറ്റകൾ വെച്ചിട്ട് നോക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്കൊരു ഡേറ്റ് ഫസ്റ്റ് ഇവിടെ കിട്ടി. പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈൻ്റെ രണ്ടിൻ്റെയും നവംബർ 2021 സെക്കൻഡ് വീക്കിലാണെന്ന് കിട്ടി. അപ്പോൾ ഞാനിവിടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിലോട്ട് പോകുന്നു. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഡാറ്റയിലോട്ട് പോയിട്ട് 2021 നവംബർ സെക്കൻഡ് വീക്കിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ 2021 വന്നു. നവംബർ മാസത്തിലോട്ട് പോകണം. സെക്കൻഡ് വീക്ക് 14-ാം തീയതി ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓൾ ടൈം ഹൈ ഇതീറിയത്തിനും അതുപോലെ ബിറ്റ് കോയിനും നടന്നിട്ടുള്ള ആ ഒരു വീക്കിലോട്ട് എത്തി. എത്തിയിട്ട് ഇതിൻ്റെ ഇനിയുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുന്നു. അപ്പോൾ ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. 1.2 ട്രില്യൺ ആണ് ഏറ്റവും കൂടുതൽ ഒരു ഹയസ്റ്റ് പ്രൈസിൽ നിൽക്കുന്ന സമയത്ത്, ബിറ്റ് കോയിൻ്റെ പ്രൈസ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു 1.2 ട്രില്യൺ ആണ്. അതുപോലെ തന്നെ ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ 547 ബില്യൺ ആണ്. ഇത് നമ്മൾ ട്രില്യൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ 1 അതായത് 0.5 ട്രില്യൺ കിട്ടിയിട്ടുണ്ട്. ഇതീറിയത്തിന് 0.5 എന്ന് പറയുമ്പോൾ 547 ബില്യൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 1.2 ട്രില്യൺ ആണ് ബിറ്റ് കോയിൻ്റെ മാക്സിമം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെയും ഇതീറിയത്തിൻ്റെയും കഴിഞ്ഞ സീസണിൽ ടോപ്പായിട്ടുള്ള നിൽക്കുന്ന പ്രൈസിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് ക്യാപ്പുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെ നടത്തി നോക്കാം. 1.2 ട്രില്യൺ ആണ്. അപ്പോൾ ഞാൻ 1.2 ഹരിക്കണം, അതായത് ഈ ഇതീറിയത്തിൻ്റെ കണക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതീറിയം എന്ന് പറയുന്നത് നമ്മൾ ട്രില്യണാണ് എടുക്കുന്നത്. അതായത് 547 ബില്യൺ ഉണ്ട്, പക്ഷേ നമ്മളിത് ട്രില്യണിൽ നോക്കുമ്പോൾ 0.5 ട്രില്യൺ അല്ലേ. അപ്പോൾ 1.2 ആണ് ബിറ്റ് കോയിൻ്റെ ഇതീറിയത്തിൻ്റെ 0.5 ട്രില്യൺ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2.4 എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതീറിയത്തിൻ്റെ, അതായത് ബിറ്റ് കോയിന് ഇതീറിയം ഉണ്ട്. അപ്പോൾ ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 2.4 ഇരട്ടിയാണ് ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം. ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 2.4 മടങ്ങ് അധികമായിട്ടാണ്, മീൻസ് അത്ര ഇരട്ടിയാണ് ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഈ 2.4 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത്. ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പും ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് തമ്മിലുള്ളൊരു റേഷ്യോ ആണ് നമുക്ക് കിട്ടിയത്. 2.4 എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ബിറ്റ് കോയിൻ എടുത്തപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ എത്രയാണ്? 2.37 ട്രില്യൺ ആണ്. മറ്റേത് നമ്മൾ 2021 കണക്ക് പ്രകാരം നോക്കിയപ്പോൾ 1.3 ട്രില്യൺ ആണ്. ഇപ്പോഴത്തെ ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ നോക്കുമ്പോൾ 2.3 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് 2.3 ട്രില്യൺ ആണ്. അപ്പോൾ നമുക്ക് എന്താ അറിയേണ്ടത്, കഴിഞ്ഞ സീസണിൽ ഇതീറിയത്തിൻ്റെ 2.4 മടങ്ങ് അധികം ആയിരുന്നു ബിറ്റ് കോയിൻ്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ 2.3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിലോട്ട് ഇതീറിയത്തിന് 2.4 മടങ്ങ്
എന്നുള്ള രീതിയിൽ മീൻസ് 2 പോയിൻറ്റ് ഇതീറിയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് 2.4 മടങ്ങ് അധികം വരുമ്പോൾ നമുക്ക് 2.3 ട്രില്യൺ എന്നുള്ളൊരു വാല്യൂ കിട്ടണം. മനസ്സിലായില്ല? അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ആൻസർ കിട്ടണം. അതായത് ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എപ്പോഴാണോ 2.4 മടങ്ങ് അധികം വരുന്നത് ആ ഒരു വാല്യൂ ആയിരിക്കണം ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2.3 ട്രില്യൺ ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് അല്ലേ. ഡിവൈഡഡ് ബൈ മീൻസ് നമ്മളത് ഡിവൈഡ് ചെയ്യാണ് 2.4 ആണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ആ ഒരു മടങ്ങ് മീൻസ് അതിൻ്റെ ഒരു വാല്യൂ. അപ്പോൾ അതായത് 0.95 ട്രില്യൺ മീൻസ് അതായത് ഞാൻ ഇവിടെ കണക്ക് കൂട്ടാം 0.95 ഇൻറ്റു 2.4 നമ്മൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 2.3 അതായത് 2.28. അതായത് ഈ ഒരു ആൻസറാണ് നമുക്ക് ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പായിട്ട് കിട്ടേണ്ടത്. ഇപ്പോൾ 2.28 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കി 2.3 ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് 2.3യുടെ അടുത്ത് വാല്യൂ കിട്ടുന്നുണ്ട്. അതായത് 0.95. അതായത് ഞാൻ നേരത്തെ ഒന്നുകൂടി ഞാൻ കുറച്ച് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അതായത് ഇപ്പോഴത്തെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ആൻസറിലോട്ട് എത്തിയതെന്ന് ഒന്നുകൂടി എടുത്ത് പറയാം. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2.3 ആണല്ലോ. 2.3 ഹരിക്കണം 2.4 അത് കഴിഞ്ഞ ആ ഒരു വാല്യൂ കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു ഇതീറിയത്തിൻ്റെ 2.4 മടങ്ങ് അധികമായപ്പോഴാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ 2.4 ഇവിടെ ഹരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അതായത് എപ്പോഴാണോ 2.4 മടങ്ങ് അധികം ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് അങ്ങനെ ആ ഒരു ആൻസർ ആയിരിക്കണം ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. കുറച്ചൊന്ന് കൺഫ്യൂഷൻ വരും. ഒന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 2.3നെ 2.4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 0.95 അല്ലേ. അതായത് 0.95 ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അത്രയും മാർക്കറ്റ് ക്യാപ്പിലോട്ട് എത്തുമ്പോഴാണ് ആക്ച്വലി അതിൻ്റെ 2.4% മീൻസ് ശതമാനമല്ല അതിൻ്റെ 2.4 ഇരട്ടിയാണ് ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2.4 വാല്യൂ വെച്ചിട്ട് ഇതുപോലെ ഒരു ആൻസർ മീൻസ് അങ്ങനെ ഒരു കാൽക്കുലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതീറിയത്തിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പ് 0.95 ട്രില്യൺ ആണോ. മീൻസ് 0.95 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഇവിടെ ബില്യണിലാക്കുമ്പോൾ ഇത് എങ്ങനെയാണ് 950 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്ര 560 ബില്യൺ ആണ്. ഇത് 950 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരുമ്പോഴാണ് ആക്ച്വലി കഴിഞ്ഞ സീസണിൻ്റെ അതേ ഒരു എഫക്റ്റ് ആ ഒരു സെയിം പാറ്റേൺ ആ സെയിം കാൽക്കുലേഷനിൽ ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പായിട്ട് മീൻസ് ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പായിട്ട് മാച്ച് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്ന 560 നിന്ന് 950 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് കയറാനുള്ള സാധ്യതകൾ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രകാരം കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് എത്തും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നമുക്ക് ഇതീറിയത്തിൻ്റെ ഒരു ടാർഗറ്റ് കിട്ടി 950 ബില്യൺ വരണം. ഇതിൻ്റെ ഒരു കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിൽ ഈ ഒരു സീസൺ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് 4640 ഇതീറിയത്തിൻ്റെ ഒരു ആവറേജ് പ്രൈസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ആവറേജ് പ്രൈസ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഇതീറിയത്തിലോട്ട് വന്നു. ഇതീറിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളൊന്ന് മാറ്റം വരുന്നതാണ്. ഇതീറിയത്തിൻ്റെ ഇൻഡെക്സ് നോക്കണം. ഇവിടെ നോർമലി ഇങ്ങനെ ഓൾ ടൈപ്പാണ് കിടക്കുക. ഇൻഡെക്സിലോട്ട് പോകണം. ഇൻഡെക്സിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ എത്ര 560 ബില്യൺ ആണ്. നമുക്ക് 950 ബില്യണിലോട്ടല്ല മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കണം, മെഷർ ചെയ്ത് നോക്കി നോക്കണം എത്ര ശതമാനം കയറണം എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് 950 ബില്യണിലോട്ട് എത്രയുണ്ട് നോക്കി നോക്കാം. 950 ബില്യണിലോട്ട് ഏകദേശം 69% ഇനിയും കയറാൻ കിടക്കുന്നുണ്ട്. അതായത് ഇതിലും ഇനിയും ഒരു 69% അല്ലെങ്കിൽ ഒരു 67, 65 അത് ഒരു ആവറേജ് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് നമുക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഫിഗർ പിടിക്കുകയാണെങ്കിൽ ഒരു 65% ചുരുങ്ങിയത് ഇനിയും ഇതീറിയത്തിൻ്റെ പ്രൈസ് കയറി വരണം അല്ലേ. അപ്പോൾ നമ്മൾ 950 മാർക്കറ്റ് ക്യാപ്പ് ടാർഗറ്റ് കിട്ടിയതുപോലെ ഈ 69% നമുക്ക് കിട്ടിയതുപോലെ ഇതീറിയത്തിൻ്റെ പ്രൈസിലോട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ETH അപ്പോൾ നമുക്ക് എത്ര 65-68% കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് ഇനി പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ടാർഗറ്റ് മാർക്കറ്റ് ക്യാപ്പ് കിട്ടിയെങ്കിൽ ടാർഗറ്റ് പ്രൈസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാൽക്കുലേറ്റ് എടുക്കുന്നത്. ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് 65% ഒരു കുറച്ച് കുറവിൽ തന്നെ പിടിക്കാം. നമുക്ക് 65% നോക്കുമ്പോൾ 7676 ആണ് നമുക്ക് ടാർഗറ്റ് ആയിട്ടുള്ള പ്രൈസ് വരുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ടാർഗറ്റ് വരുന്നത് 950 ബില്യൺ അറൗണ്ട്. ഓക്കെ, അപ്പോൾ 7676 എന്നുള്ള നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വീണ്ടും ഒന്ന് കുറച്ച് പിടിക്കാം. നമ്മളെല്ലാം ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട, ഒന്നല്ല ഒരു ഡീസൻറ്റ് പ്രൈസിലോട്ട് നമുക്ക് മാറ്റുമ്പോൾ 7676 എന്നുള്ളത് നമുക്ക് 7500 നോക്കാം. അതായത് 7.5K ആണ് ഒരു ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു ഓവർ ഗ്രേഡ് അല്ലാണ്ട് ഒരു എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള തിയറികൾ കഴിഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡാറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു അത്രയും ഒരു ഗ്രേഡ് അല്ലാണ്ട് ഒരു പെർഫെക്റ്റ് എക്സിറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഷാർപ്പ്
പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7.5K കഴിഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രകാരം കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതീറിയത്തിൽ നടക്കുന്നുണ്ട്, ആൾട്ട് കോയിനുകളിൽ അങ്ങനെ നടക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതുപോലെ ഇനിയും വരാണെന്നുണ്ടെങ്കിലുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് പ്രഡിക്ഷൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ 7.5K ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ഒരു ടാർഗറ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ ഈ ഒരു പ്രൈസിലെത്തുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആൾട്ട് കോയിനുകളൊക്കെ സെല്ല് ചെയ്യാനും നമ്മുടെ ഇതീറിയ അടക്കം ഏതൊക്കെ ട്രേഡുകളുണ്ടോ അതൊക്കെ എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ USDT ആയിട്ട് പിന്നെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിയർ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡിപ്പ് വരുമ്പോൾ നമ്മുടെ ബിറ്റ് കോയിൻ ഒന്നില്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാം, SIP ചെയ്യാം, അങ്ങനത്തെ പല പല ഓപ്ഷൻസുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാക്സിമം എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്നിട്ടും സംശയം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമുക്കിതുപോലെ അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കുക. കാരണം ടെലിഗ്രാമിൽ ഡെയിലി ഞാൻ വോയിസും കാര്യങ്ങളും സ്ക്രീൻഷോട്ടൊക്കെ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങളിലോട്ട് ഒരു കാര്യം എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാമാണ് ഏറ്റവും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത അപ്ഡേറ്റുകളൊക്കെ അറിയാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ അത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ് ചെയ്തൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.